നമസ്കാരം. എല്ലാവർക്കും ഗീതമ്മാസ് കിച്ചണിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് എന്താ കാണിക്കാൻ പോകുന്നതെന്നല്ലേ? ഇന്ന് ഞാൻ 2-3 ഐറ്റം ആണ് കാണിക്കാൻ പോകുന്നത്. അതായത് ഇന്നിവിടെ എല്ലാ പച്ചക്കറികളെല്ലാം തീർന്നു, ഓണം കഴിഞ്ഞു, പച്ചക്കറികളും ഒക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫിഷാണേലും ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഒരു അവസരത്തിൽ നമുക്ക് എങ്ങനെ ഇന്ന് ഒരു ദിവസത്തേക്കുള്ള കറികൾ ഒപ്പിക്കാം, അതാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിലും പറമ്പിലും ഒക്കെ ആയിട്ടൊന്ന് ഇറങ്ങി നോക്കിയപ്പം എനിക്കൊരു ഒരുമാതിരി സാമാന്യം വലിയ ഒരു പപ്പായ കിട്ടി. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് മുറിച്ച് അതിൻ്റെ ഒരു 4/1 ഭാഗമാണിത്. അത്ര വലുതാണ്, ഒരു തണ്ണിമത്തൻ്റെ അത്രയും ഉണ്ടായിരുന്നു ഏകദേശം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് പരിപ്പും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ആ പരിപ്പൊന്ന് കഴുകി കുക്കറിലിട്ടിട്ട് നമുക്ക് ഈ പപ്പായയും കൂടി ഇട്ടിട്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാം ആദ്യം. അപ്പോൾ എരിശ്ശേരി മാത്രം പോരാ ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കി ഭാഗം ഇനി ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ബാക്കി ഞാനൊരു പകുതി ഭാഗം, ആ പപ്പായയുടെ പകുതിയാണ് ഇത്, ഇത്രയുള്ളത്. അത് ഞാൻ ഒരു അച്ചാറിടാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പം എരിശ്ശേരിയുടെ കൂടെ ഈ പരിപ്പും പപ്പായയും കൂടെ നമുക്ക് എരിശ്ശേരി വെക്കാം. അത് ആ കുക്കറിലോട്ട് ഇട്ടിട്ട് നമുക്കത് മൂടി വെച്ച് വേവിക്കാം. പിന്നെ കുക്കറിലോട്ട് ഇടുമ്പം അതിൻ്റെ കൂടെ കുറച്ച് അല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഇതൊക്കെ വീട്ടിലുള്ള എല്ലാ സ്ത്രീകൾക്കും അറിയാവുന്ന കാര്യമാണ്, പപ്പായൊക്കെ പൊട്ടിച്ചെടുത്ത് ഉണ്ടാക്കുക എന്നുള്ളത്. അതിനകത്തോട്ട് ആ വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. കാര്യം പരിപ്പൊക്കെ വെന്ത് കുതിർന്ന് വരുമ്പോൾ ഒരുപാട് വെള്ളം വലിച്ചെടുക്കും. അതുകൊണ്ടാണ് അത്രയും വെള്ളം. ഇനി അത് അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കതിനൊരു അരപ്പും തയ്യാറാക്കണം. അതിന് ഞാൻ 1 മുറി തേങ്ങയും അതിൽ 1 സ്പൂൺ ജീരകം, ഒരു 2 പച്ചമുളക്, ഒരുപാട് എരിവൊന്നും വേണ്ട, എരിശ്ശേരിക്ക് ഒരുപാട് എരിയൊന്നും വേണ്ട, പിന്നെ ഒരു 2-3 വെളുത്തുള്ളി, അത്രയും മാത്രം മതി. അപ്പോൾ അതൊന്ന് അരച്ചുകൊണ്ട് വരാം. ആ സമയത്ത് ആ പരിപ്പും പപ്പായയും അവിടെ ഇരുന്ന് വേവട്ടെ. പരിപ്പും പപ്പായയും ഒക്കെ വെന്തു. ഞാൻ കുക്കറൊക്കെ തുറന്നു മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി ഒരു ചട്ടി വെച്ച് ആ ചട്ടിയിലോട്ട് നമുക്കത് മാറ്റാം. അതിപ്പോൾ നല്ല കട്ടിയാണ്. അതിനകത്തോട്ട് നമുക്ക് ഈ അരപ്പ് ചേർക്കണം. നമ്മൾ നേരത്തെ അരച്ചുകൊണ്ട് വെച്ച തേങ്ങ, ജീരകം, മുളക്, വെളുത്തുള്ളി കൂട്ടുണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ കുക്കറിലും ആ മിക്സിയുടെ ജാറിലും കുറേശ്ശെ വെള്ളം ഒഴിച്ച് അത് രണ്ടും കൂടെ ഒന്ന് കഴുകി ഈ കറിയിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. കാര്യം കറി കുറച്ച് തിക്കാണ്. ഇപ്പോൾ അതൊക്കെ നല്ല പാകത്തിനായി. ഇനി അതൊന്ന് ചൂടായാൽ മതി. ഇനി അതൊരുപാട് തിളയ്ക്കണമെന്നില്ല. ഇനി അത് ചൂടായി കഴിയുമ്പം അതിന് നല്ലൊരു വറവിടണം, നല്ല ഒന്ന് താളിക്കണം. ഇന്നത്തെ കറികളെല്ലാം ഈ പപ്പായ വെച്ചുള്ളതാണ്. കാര്യം ഇനിയും ബാക്കി 1 കഷ്ണം പപ്പായയും കൂടി ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഒരു മെഴുക്ക് പുരട്ടിയും ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത് കഴിഞ്ഞാൽ ഉടനെ അച്ചാറും ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് മെഴുക്ക് പുരട്ടിയും ഉണ്ടാക്കണം. അപ്പോൾ അതിന് ഞാൻ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയുടെ നിറം കണ്ട് നിങ്ങൾ സംശയിക്കേണ്ട, അത് വെളിച്ചെണ്ണ തന്നെയാണ്. കാര്യം അത് ഓണത്തിന് ഞാൻ ഉപ്പേരി വറുത്ത വെളിച്ചെണ്ണയാണത്. ആ വെളിച്ചെണ്ണയൊക്കെ ഇനിയും മിച്ചം ഇരിക്കുകയാണ്. അതൊക്കെ പെട്ടെന്ന് അങ്ങ് തീർക്കണം. ഉപയോഗിച്ചത് വീണ്ടും ഒരുപാട് ഉപയോഗിക്കുന്നത് ചീത്തയെന്നാണ്, ഹെൽത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് അങ്ങ് ഉപയോഗിച്ച് തീർക്കാമെന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ ആ എണ്ണയിലോട്ട് അല്പം കടുക് ഇട്ടു. ഇനിയും അതിൻ്റെ കൂടെ ഇടേണ്ടത് ഒരു 2-3 വറ്റൽമുളക് മുറിച്ചതും ഒരല്പം കറിവേപ്പില, അതും കൂടി ഇട്ട് കൊടുക്കാമേ. കറിവേപ്പില ഇട്ടു. ഇനി അടുത്തതായിട്ട് ഇടേണ്ടത് ഈ ഒരു 2 സ്പൂൺ തേങ്ങാപ്പീരയാണ്. ഈ എരിശ്ശേരിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ഈ വറവാണ്. തേങ്ങ വറുത്തിടുന്ന ആ ടേസ്റ്റാണ്, ആ മണമാണ് എരിശ്ശേരിയുടെ ഹൈലൈറ്റ്. അപ്പോൾ എരിശ്ശേരിക്ക് ഏറ്റവും ടേസ്റ്റായിട്ടുള്ള ഒരു കറിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എരിശ്ശേരി കേട്ടോ.
അതിപ്പോൾ പപ്പായ ആയാലും മത്തങ്ങ ആയാലും എന്തായാലും ഈ തേങ്ങ വറുത്തിട്ട് കഴിയുമ്പോഴത്തെ ആ ഒരു ടേസ്റ്റ്, ഒരു പ്രത്യേക മണവുമാണ് അതിന്. അത് തേങ്ങ ഒരുപാട് കറുത്ത നിറമാകരുത്, ആ ഒരു ഗോൾഡൻ കളറേ ആകാവൂ. ഇപ്പോൾ അത് പാകമായി, ആ തേങ്ങ ഒക്കെ ഗോൾഡൻ കളറായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ അതീവ രുചികരമായ എരിശ്ശേരി റെഡിയായി. അതിനി ഒന്ന് ഇളക്കണം. അതിനി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മൂടി വയ്ക്കണം. കാര്യം ആ ഫ്ലേവർ പോകാതെ അത് മൂടി വയ്ക്കണം. എന്നിട്ട് ഇപ്പം ഇനി നമുക്ക് ഈ അച്ചാറിടാനുള്ള പരിപാടിയിലേക്ക് കടക്കാം. അച്ചാറിന് ഞാനൊരു വലിയ പാത്രം വെച്ചിട്ടുണ്ട്. ഇൻഡാലിയത്തിൻ്റെ ഒരു വലിയ പാത്രമാണ് വെച്ചിരിക്കുന്നത്. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാറൊക്കെ ഇടുന്നത് നമ്മൾ എപ്പോഴും അച്ചാറൊക്കെ എല്ലാവരും ഇടുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ പോലും ഈ പപ്പായ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കാര്യം അതിന് ഒരുപാട് പുളിയൊന്നുമില്ല. മാങ്ങയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് പുളിയൊന്നും അത്ര ഇഷ്ടപ്പെടത്തില്ല. പക്ഷേ ഇത് നല്ല ഒരു ടേസ്റ്റുള്ള, ഒരു മടുക്കാത്ത ഒരു അച്ചാറായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. ഞാനിത് വെള്ളയായിട്ടാണ് ഇടുന്നത്. ഇത് മുളക് പൊടി ഇട്ടും നമുക്കുണ്ടാക്കാം. ഞാൻ അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തോട്ട് കടുക് പൊട്ടി. ഇനി അതിനകത്തോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് കൊടുത്തു. ഇനി അതിനകത്തോട്ട് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അതായത് വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു കുറേ കൂടുതൽ വെളുത്തുള്ളി, അതായത് ഒരു 10-35 പീസുണ്ട് വെളുത്തുള്ളി. പിന്നെ ഒരു പിടി കാന്താരി, അതും ഇവിടെ പറമ്പിൽ തന്നെ ഉണ്ടായ ചെടിയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത് ഇത്രയും കൂടെ നമുക്ക് ആ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് നല്ലവണ്ണം വാട്ടിയെടുക്കണം. ഇതൊക്കെ നമുക്ക് എളുപ്പമുള്ള കറിയുമാണ്. പറമ്പിൽ നിന്ന് തന്നെ പറിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഒരു മായോ വില്ലോ ഒന്നുമില്ല. ഈ പപ്പായയൊക്കെ ചുമ്മാ കിളുത്ത് വരും. അതിന് പ്രത്യേകിച്ച് വളവോ ഒന്നും ചെയ്തു കൊടുക്കേണ്ട കാര്യവുമില്ല. എപ്പോഴും കായും കാണും. അതുകൊണ്ട് ഇതൊക്കെ ഇല്ലാത്തവർ ഇതൊക്കെ ഒരു 5 സെൻറ്റൊക്കെ ഉള്ളെങ്കിൽ പോലും അതിനകത്ത് 1-2 പപ്പായ, കറിവേപ്പില, ഈ കാന്താരി ഇതൊക്കെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് ഇതൊക്കെ നട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് ഇതുപോലെ നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തപ്പം നമുക്ക് പെട്ടെന്ന് ഒന്ന് പൊട്ടിച്ചെടുത്ത് ഒരു ദിവസത്തെ കറിയൊക്കെ ഇങ്ങനെ ഒപ്പിച്ചൊക്കെ എടുക്കാം. പിന്നെ ഇപ്പം അതൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലോണം മൂത്തിട്ടുണ്ട് ഇപ്പം. മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനിയും ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് വിനീഗറാണ്. കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം. അതായത് ഞാൻ കുറച്ച് വിനാഗിരി എടുത്തിട്ട് അതിനകത്തോട്ട് തിളപ്പിച്ചാറിയ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ വിനാഗിരി അല്ല, മുഴുവൻ വിനാഗിരിയായ പുളി കൂടുതലായിരിക്കും. അപ്പോൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ഒഴിച്ച് വിനാഗിരി ഒന്ന് നേർപ്പിച്ചെടുത്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടിയത് കായപ്പൊടിയാണ്. അതും 1 ടീസ്പൂൺ വേണം. 1 ടീസ്പൂൺ നിറച്ചും വേണം. കാര്യം കായമാണല്ലോ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റൊക്കെ കൊടുക്കുന്നത്. ഇനി അതിനകത്തോട്ട് ഈ പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പപ്പായ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് റെഡിയാകും. കാര്യം പപ്പായ ഒരുപാട് വെന്ത് പോകരുത്. പപ്പായക്ക് ഇങ്ങനെ നമ്മൾ കടിക്കുമ്പോൾ കറ എന്നുള്ള ആ കടി കിട്ടണം.
അല്ലാതെ വെന്ത് സോഫ്റ്റായി പോയാൽ അതിൻ്റെ ആ ടേസ്റ്റ് കുറയും. അപ്പോൾ അത് നമ്മൾ നല്ലോണം ഇളക്കിയിട്ട് ഒരല്പസമയം ഒന്ന് മൂടി വെക്കണമെന്നില്ല, അല്പസമയം അങ്ങനെ ഇട്ട് തിരിച്ചും മറിച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, ഒരു 5-6 മിനിറ്റ്. അങ്ങനെ ആയി കഴിയുമ്പോൾ അത് പാകത്തിന് വെന്തിരിക്കും. മൂടി വെച്ചാൽ ചിലപ്പോൾ കൂടുതൽ വെന്ത് പോകും. ഇനി ഉപ്പ് പോരായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. പപ്പായ ഞാനൊരല്പം ഉപ്പ് പുരട്ടിയാണ് വെച്ചിരുന്നത്, അത് പോരാഞ്ഞുകൊണ്ട് ഒരല്പം കൂടി ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ അച്ചാർ ഓൾമോസ്റ്റ് റെഡിയായി. പിന്നെ ഈ കാണുന്ന എല്ലാവരും ദയവ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പറ്റുമെങ്കിൽ ഒരു കമൻ്റൊക്കെ ഇടുക, അല്ലെങ്കിൽ ഒരു ലൈക്കൊക്കെ തരിക കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ അച്ചാർ കാണാമല്ലോ. ഇത് എല്ലാം റെഡിയായി. ആവശ്യത്തിന് പുളിയും ഉപ്പും എരിവും ഒക്കെ ഉണ്ട്. ഇത് മാത്രം മതി ചോറുണ്ണാൻ. നല്ല സൂപ്പർ സംഗതിയാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് എനിക്ക് വീണ്ടും പണിയുണ്ട്. അത് ഒരു കഷ്ണം പപ്പരക്കായി ഇരിക്കുന്നതൊന്ന് മെഴുക്ക് പുരട്ടി വെക്കണം. അതും വളരെ ഈസിയാണ്. അതിന് ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ ഉള്ളിയും മുളകും കൂടെ ഇടിച്ചിട്ട് കടുക് താളിച്ചെടുക്കത്തേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.